ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു സിനിമ കണ്ടു. അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പറയാൻ വന്നതാണ്. സിനിമയുടെ പേര് അഡിയോസ് അമിഗോ. ഈ പേര് ആദ്യം കേട്ടപ്പോൾ മുതൽ ഞാൻ ആലോചിക്കുന്നുണ്ട് ഇതിന്റെ അർത്ഥം എന്താണെന്നുള്ളത്. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അത് സ്പാനിഷിലെ ഒരു വാക്കാണ് ഈ അഡിയോസ് അമിഗോ എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം ഗുഡ് ബൈ ഫ്രണ്ട്സ് എന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും പേരിലെ കൗതുകം തുടക്കത്തിൽ തന്നെ ഈ പടം ശ്രദ്ധിക്കാനൊരു കാരണമായി. പിന്നീട് ഇതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് നോക്കിയപ്പോൾ ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട താരങ്ങളാണ്. ആസിഫ് അലി, അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമൂട്, ഷൈൻ ടോം ചക്കോ, വിനീത് തട്ടിൽ, അൽത്താഫ്, അനഘ, അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പിടി താരങ്ങൾ. അപ്പൊ തന്നെ ഈ പടം കാണാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി എനിക്കുണ്ടായിരുന്നു. ഇതിന്റെ മറ്റു സൈഡ് നോക്കുകയാണെങ്കിൽ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന് വേണ്ടി അദ്ദേഹം തന്നെ നിർമ്മിച്ചിരിക്കുന്ന ചിത്രം. നഹാസ് നാസർ, നവാഗതനായിട്ടുള്ള നഹാസ് നാസർ, നവാഗതൻ എന്നൊക്കെ നമ്മൾ ഒരു പേരിന് പറയാമെങ്കിലും തല്ലുമാല ഉൾപ്പെടെയുള്ള സിനിമകളുടെ അസോസിയേറ്റ് ആയിട്ടുള്ള നഹാസ് നാസർ, നിഷാദ് യൂസഫ് എഡിറ്റർ, അതുപോലെ തന്നെ ഗാനരചന വിനായക് ശശികുമാർ. ഈ അടുത്തൊക്കെ ഇറങ്ങിയിട്ടുള്ള വിനായക് ശശികുമാറിന്റെ പാട്ടുകളിലെ വരികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വളരെ കഴിവുള്ള, ന്യൂജനെ അനുസരിച്ച് എഴുതാൻ കഴിവുള്ള ഒരു റൈറ്ററാണ് പുള്ളി. അതുപോലെ തന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് കെട്ടിയോളാണ് എന്റെ മാലാഖ എന്ന പടത്തിന് എഴുതിയിട്ടുള്ള തങ്കമാണ് ഇതിന്റെ റൈറ്റർ. മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അതിൽ ഏറെ പ്രിയപ്പെട്ട ഗോപി സുന്ദർ, ജെക്സ് ബിജോയ് ടീമാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ജെക്സ് ബിജോയ് ആണ്. മേക്കപ്പ് റോണക് സേവിയർ. അങ്ങനെ ഇതിന്റെ പിന്നണിയിലും മുന്നണിയിലും ഒക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് താരങ്ങൾ അണിനിരക്കുന്നത് കൊണ്ടാണ് ഈ സിനിമ കാണാമെന്ന് വിചാരിച്ചത്. ഇന്നായിരുന്നു റിലീസ്. ആദ്യത്തെ ഷോ തന്നെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ സുഹൃത്ത് പ്രിൻസുമായിട്ട് പോയിട്ട് സിനിമ കണ്ടു. ഗുരുവായൂർ ദേവകി സിനിമാസിൽ നിന്നാണ് സിനിമ കണ്ടത്. സിനിമ പലപ്പോഴും ഗുരുവായൂർ ഉള്ള സ്ഥലങ്ങളിൽ തിയേറ്ററുകളിൽ പോയി കഴിഞ്ഞാൽ പല സിനിമകൾക്കും ടിക്കറ്റ് കിട്ടാണ്ട്, അതായത് 8-10 ആളാവാത്തത് കൊണ്ട് ടിക്കറ്റ് കിട്ടാതെ പല സിനിമകൾക്കും തിരിച്ചു പോരേണ്ടി വന്നിട്ടുണ്ട്. അതുപോലൊരു ഗതി ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത്. കൃത്യസമയത്ത് അവിടെ എത്തി, ടിക്കറ്റ് എടുത്തു. ചെല്ലുമ്പോൾ തന്നെ പാർക്കിങ്ങിൽ ഒരുപാട് ബൈക്കുകൾ ഇരുന്നിരുന്നു. അതുകൊണ്ട് എന്തായാലും പടം കാണാൻ പറ്റുന്നുള്ളൊരു ഗ്യാരണ്ടി കിട്ടി. പിന്നെ തിയേറ്ററിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഹൗസ്ഫുൾ എന്ന് പറയാവുന്ന ക്രൗഡൊന്നുമില്ല. ഏകദേശം ഒരു 40% ഒക്കെ ആളുകളുള്ളതായിട്ടാണ് ഫീൽ ചെയ്തത്. എന്നിരുന്നാലും ആദ്യത്തെ ഷോ ആണ്. ഈ പടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ റിസൾട്ടിനനുസരിച്ച് ഈ പടത്തിന്റെ കാര്യങ്ങളിൽ മാറ്റം വരുന്നത് തന്നെയാണ് വിശ്വസിച്ച് അവിടെ ഇരുന്നത്. സിനിമ തുടങ്ങി, ഘനഗംഭീരൻ തുടക്കം തന്നെ പറയേണ്ടി വരും. നല്ലൊരു ആംബിയൻസിൽ തുടങ്ങിയ ഒരു സിനിമ. സുരാജ് വെഞ്ഞാറമൂട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആസിഫ് അലി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ വന്നിട്ടുള്ള ഓരോ ക്യാരക്ടേഴ്സും അവരവരുടെ ഭാഗം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് തീർത്തും അപരിചിതരായിട്ടുള്ള രണ്ടാളുകൾ തീർത്തും അപരിചിതമായ ഒരു സാഹചര്യത്തിൽ തീർത്തും അപരിചിതമായ ചില സ്ഥലങ്ങളിലേക്ക് ചെയ്യുന്ന യാത്രയാണ് ഇതിന്റെ ചുരുക്കത്തിലുള്ള ഒരു ഇതിവൃത്തം. തീർച്ചയായിട്ടും ഇതൊരു ട്രാവൽ മോഡ് സിനിമയാണ്. എനിക്ക് ട്രാവൽ മോഡ് സിനിമകൾ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് കാണാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജോണർ എന്നെ ഭയങ്കരമായിട്ട് കാണാൻ പ്രേരിപ്പിച്ച ഒരു ഘടകങ്ങളിൽ ഒന്നാണ്. രണ്ടാമത് ഇതിന്റെ ഒരു കോമഡി ഔട്ട്ഫിറ്റ് ആണ്. ഇത് ഒരു കോമഡി ലൈനിലുള്ള ഒരു പടമായിരിക്കും എന്നുള്ളത് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ മെയിൻ പ്ലോട്ടിനെ വെളിവാക്കുന്ന രീതിയിലായിരുന്നു ഇതിന്റെ ട്രെയിലർ. അപരിചിതരായിട്ടുള്ള രണ്ടാളുകൾ എന്താ പറയാ ഒരു പ്രത്യേക സ്ഥലത്ത് കൂട്ടിമുട്ടിക്കുക അവർ ചെയ്യുന്ന ഒരു ട്രാവൽ മൂവി ആയിട്ടാണ് ഇതിന്റെ ഫീല് നമുക്ക് കിട്ടിയിരുന്നത്. സിനിമ തുടങ്ങി പ്രതീക്ഷിച്ചതുപോലെ തന്നെ തുടക്കം ഞാൻ ആസിഫ് അലിയിൽ നിന്ന് തുടങ്ങാം. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാല സിനിമകൾ എനിക്ക് തോന്നുന്നു തലവൻ, അതുപോലെ ലെവൽ ക്രൂസ്, അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സിനിമയാണ് അടുപ്പിച്ച് ഞാൻ തിയേറ്ററിൽ കാണാൻ പോകുന്നത്. കഴിഞ്ഞ 2 സിനിമകളിലും ആസിഫ് അലി വളരെയധികം തൃപ്തി നൽകിയ അഭിനയമായിരുന്നു കാഴ്ചവെച്ചത്. എനിക്ക് തുടക്കകാലത്ത് ആസിഫ് അലിയുടെ സിനിമകൾ കാണാൻ വലിയ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം പതിയെ അദ്ദേഹത്തിന്റെ അഭിനയമൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഘടകം അദ്ദേഹത്തിന്റെ മുഖത്തുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു പുഞ്ചിരിയാണ്. ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം സമയത്തും ആസിഫ് അലി വൻ ഹാപ്പിയാണ്, ചിരിച്ചിട്ടാണ്. ഡ്രങ്കനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതിനെ സാധൂകരിക്കും ഇതൊക്കെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ അദ്ദേഹത്തിന്റെ മേക്ക് ഓവർ പ്രത്യേകിച്ച് എടുത്തു പറയണം. അതുപോലെ മേക്കപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റോണക് സേവിയറിന് കൈയ്യടി കൊടുക്കേണ്ട ഒരു സംഭവം തന്നെയായിട്ടാണ് മനസ്സിലായിട്ടുള്ളത്. ചെറുതായിട്ട് കഷണ്ടി 2 സൈഡിൽ നിന്ന് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു യുവാവ്, പുത്തകാശുകാരനായിട്ടുള്ള ഒരു യുവാവാണ്. അദ്ദേഹവും തീർത്തും വിഭിന്നമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് വരുന്ന സുരാജിന്റെ കഥാപാത്രവുമായിട്ടുള്ള കൂട്ടിമുട്ടലും തുടർന്ന് അവിടെ നിന്ന് അവർ നടത്തുന്ന യാത്രകളൊക്കെയാണ് ഈ ചിത്രത്തിന്റെ മെയിൻ കാതലായിട്ടുള്ള ഭാഗങ്ങൾ. അപ്പൊ അദ്ദേഹത്തിന്റെ കൂട്ടായിട്ട് എത്തിയിട്ടുള്ളത് സുരാജ് വെഞ്ഞാറമൂടാണ്. അദ്ദേഹത്തിന് നമുക്കറിയാം അത്യാവശ്യം കോമഡി നന്നായിട്ട് ചെയ്യാവുന്ന ആളാണ്. അതുപോലെ തന്നെ സീരിയസ് ആയിട്ടുള്ള വേഷങ്ങളും ഏത് തരം റോളുകളിലേക്കും കൃത്യം എന്താ പറയാ ഇറക്കി വെക്കാവുന്ന ഒരു താരം തന്നെയാണ് സുരാജ് വെഞ്ഞാറമൂട്. അത്തരത്തിൽ ഇവര് രണ്ടുപേരും ഒന്നിക്കുന്ന കോംബോയിൽ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ആ കോംബോയോടൊക്കെ ഇവരെ കഴിയും ഇതൊക്കെ സഹകരിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ചില പോരായ്മകൾ തോന്നിയത് എന്താണെന്ന് വെച്ചാല് 2.25 മണിക്കൂറാണ് ഈ സിനിമയുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയത്
ഇപ്പോ ഡ്രങ്കണായിട്ടുള്ള ഒരു ക്യാരക്ടർ, അതിനോടൊപ്പം യാത്ര ചെയ്യുന്ന അപരിചിതനായിട്ടുള്ള വേറൊരാള്. ഈ അപരിചിതന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇപ്പുറത്തെ ആൾക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ചില സമയങ്ങളിലൊക്കെ ഇവരെ പല പ്രശ്നങ്ങളും തുറന്നു പറയാതിരിക്കുന്നതൊക്കെ കാണാറുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് പല സമയത്തും ഈ കഥാപാത്രങ്ങൾ പ്രശ്നങ്ങൾ തുറന്നു പറയാത്തതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അതിന് മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരിക്കാം എന്ന് വിചാരിക്കാറുണ്ട്. ഇപ്പൊ നമ്മളൊരു സാഹചര്യത്തിൽ, അത്തരം ഒരു സാഹചര്യത്തിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മളൊരു പ്രത്യേക സമയത്തുമ്പോൾ നമുക്കുള്ള പ്രശ്നങ്ങൾ കൃത്യമായിട്ട് മറ്റുള്ളവരോട് തുറന്ന് പറയുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അത്തരത്തിൽ ഇതിലെ ചില കാര്യങ്ങളൊക്കെ അത്ര അങ്ങോട്ട് പെട്ടെന്ന് പറയേണ്ട, പടത്തിന്റെ ലെങ്ത് ഒന്ന് കൂട്ടാൻ ശ്രമിച്ചതുപോലെ എനിക്ക് തോന്നി. പടം എന്നെ സംബന്ധിച്ചിടത്തോളം ഓക്കെ മൂവിയാണ്, പക്ഷെ എനിക്ക് ഇത്രയും ലെങ്ത്തിൽ ആ പടം കൊടുക്കേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം കൃത്യമായിട്ട് തോന്നി. ഒന്നും കൂടി ട്രിം ചെയ്തിരുന്നെങ്കിൽ കൂടുതൽ മികച്ച ഒരു സിനിമ നമുക്ക് കിട്ടിയേനെന്ന് തോന്നി. സിനിമയിലേക്ക് വരികയാണെങ്കിൽ വളരെയധികം തമാശ നിറഞ്ഞ രംഗങ്ങൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ രണ്ട് എക്സ്ട്രീം സൈഡിലുള്ള രണ്ടാളുകൾ കൂടി ചേരുമ്പോൾ എന്തൊക്കെ സംഭവിക്കാം, ഒരു പാവപ്പെട്ടവനും ഒരു പണക്കാരനും കൂടി ചേരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നമുക്ക് ഒരുപാട് ആഗ്രഹം തോന്നും. അതിനോടനുബന്ധമായിട്ട് വരുന്ന ക്യാരക്ടർ, ഇപ്പൊ ഷൈൻ ടോം ചാക്കോന്റെ കഥാപാത്രം ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുക അതുപോലെ, അതായത് ചില കാര്യങ്ങളിൽ ചില ആളുകൾ അനാവശ്യമായിട്ടുള്ള വള്ളിക്കെട്ടുകൾ എടുക്കുമ്പോൾ എന്തിനാണ് ഈ വള്ളിക്കെട്ടൊക്കെ എടുക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകുമല്ലോ. അപ്പൊ അതിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രമാണ് ഷൈൻ ടോം ചാക്കോയുടെ. വിനീത് തട്ടിൽ അദ്ദേഹം കൃത്യമായിട്ട് കിട്ടിയ വേഷം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന് വലിയ വലിയ നെടുങ്ങൻ ഡയലോഗുകളോ വളരെ കോമഡി ആയിട്ടുള്ള ഡയലോഗുകളോ ഒന്നും ഈ വിനീത് തട്ടിലിന് ആവശ്യമില്ല. ജസ്റ്റ് ഒരു നോട്ടം നോക്കി കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തെ കണ്ടാൽ ചിരി വരും. അതുപോലെ തന്നെയുള്ള മറ്റൊരു താരമാണ് അൽത്താഫ്. ഇപ്പൊ മന്ദാകിനിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടി റേഞ്ച് കൂടി നിൽക്കുന്ന ഒരു സമയമാണ്. ഇതിൽ അദ്ദേഹം വളരെ കുറഞ്ഞ സമയത്താണ് വരുന്നതെങ്കിലും അതിലുള്ള സമയം കൊണ്ടൊക്കെ നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട്. ചിരിയുടെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ട് നമ്മളെ ചിരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില സെന്റിമെന്റ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് ഒക്കെ വളരെ കൃത്യമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ചില പോരായ്മകളൊക്കെ എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഒതുക്കി പിടിച്ചുള്ള ഒരു ഇമോഷണൽ രംഗങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ സുരാജ് ആസ് യൂഷ്വൽ അത് അദ്ദേഹത്തിന് പറ്റും ഇതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാവൽ മോഡിന്റെ ഒരു മോഡ് പിടിച്ചു വരുന്നു. അതിന്റെ ഒപ്പം തന്നെ വേറെ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ കുറച്ച് ലെങ്ത് കൂടിപ്പോയത് കൊണ്ട് ചില സ്ഥലങ്ങളിൽ എനിക്ക് കൃത്യമായിട്ട് ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ടോട്ടാലിറ്റി അത് നമുക്ക് വലിയൊരു കുറവായിട്ട് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അവിടെയൊക്കെ ഓരോ സംഭവങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം നടന്നിരുന്നു. വളരെ കൊച്ചു കൊച്ചു സംഭവങ്ങൾ. അതുപോലെ തന്നെ ഈ ഇന്റർവെൽ ചെന്ന് നിർത്തുന്ന ഒരു പോർഷൻ ഉണ്ട്. അത് ഒരു ഇന്റർവെൽ പോർഷന് വേണ്ടിയിട്ട് വളരെ നിസ്സാരപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവന്ന് കഥയിൽ അതൊന്നും വലിയ കാര്യമായിട്ട് വരുന്നില്ല. അപ്പൊ അത് എനിക്ക് തോന്നി അങ്ങനെ ഒരു ഹാഫ് വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നി. എന്നിരുന്നാലും ടോട്ടലി നോക്കുകയാണെങ്കിൽ ഇപ്പൊ പാട്ടുകൾ അങ്ങനെ ഭയങ്കര ട്രെൻഡ് ആയേക്കാവുന്ന പാട്ടുകളൊന്നുമില്ല. തുടക്കത്തിലൊരു പാട്ടുണ്ട് ഡെപ്സി പാടിയുള്ളത്, അത് വലിയ തിരക്കേടിൽ നമുക്ക് ആസ്വദിക്കാവുന്ന ഒരു പാട്ടാണ്. അത് കഴിഞ്ഞിട്ടൊരു പാട്ട് വരുന്നുണ്ട്. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മള് വിനായക് ശശികുമാർ എടുക്കുകയാണെങ്കിൽ ആവേശത്തിലെ പാട്ടൊക്കെ വളരെ ഗംഭീരമായിട്ട് എഴുതി ഭയങ്കര എക്സ്പെക്ടേഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ ഓരോ സിനിമയ്ക്കും ഓരോ മോഡിലാണ് നമ്മൾ സംഗീതം കൊടുക്കേണ്ടത്. അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ എല്ലാം ആവേശമാക്കണമെന്നില്ല. അപ്പൊ പലതരത്തിലുള്ള രീതിയിലാണ് അത് വരിക. അപ്പോ അദ്ദേഹത്തിന്റെ റോള് ഇപ്പൊ ഗാനരചന, ലിറിക്സ് നോക്കുകയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ നമ്മളെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു സംഭവമായിട്ടൊന്നും അതിന്റെ മ്യൂസിക് ആയാലും അതിന്റെ ലിറിക്സ് ആയാലും നമ്മളെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിച്ച് നമ്മളതിങ്ങനെ ഓർത്തിരുന്ന് പാടാനുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നിരുന്നാലും ആ പാടത്തിന് അത് അത്ര മതി എന്നാണ് തോന്നുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സാധനം ഇതില് അനഘ ചെയ്യുന്ന ക്യാരക്ടറും ആസിഫ് ചെയ്യുന്ന ക്യാരക്ടറുമായിട്ടുള്ള ഒരു കോംബോ സീൻസ് ഒക്കെ വളരെ മികച്ച രീതിയിലുണ്ട്. എനിക്ക് തോന്നുന്നു അനുരാഗ കരിക്കിൻ വെള്ളമൊക്കെ കണ്ടപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആസിഫ് അലി ഇത്തരം ചില സാധനങ്ങൾ ചെയ്യുമ്പോൾ ആസിഫ് അലിക്ക് ഒരു പ്രത്യേക ഗ്രേസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന്റെ ഒരു കഴിവ് തന്നെയാണ്. അദ്ദേഹം അത് വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ അദ്ദേഹം സംസാരിക്കുന്ന ഒരു ഭാഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിലിടയ്ക്ക് നമുക്ക് അരോചകമായിട്ട് വരിക എന്ന് വെച്ചാൽ അദ്ദേഹം സുരാജിന്റെ ക്യാരക്ടറെ ബോസേ 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 എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് ചില സമയത്ത് നമുക്ക് ആ വിളികൾ ഇച്ചിരി കൂടിപ്പോയോ, അതുപോലെ തന്നെ സുരാജിന്റെ കഥാപാത്രം തിരിച്ച് കൂട്ടുകാരാന്ന് വിളിക്കുന്നുണ്ട്. ഇത് രണ്ടും ഇച്ചിരി കൂടിപ്പോയോ എന്ന് തോന്നിപ്പിച്ചു. തീർച്ചയായിട്ടും 2 മണിക്കൂർ 45 2.25 മണിക്കൂറുള്ള ഒരു സിനിമയില് ഇതിങ്ങനെ തുടർച്ചയായിട്ട് വരുമ്പോൾ നമുക്ക് അതിലൊരു എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമുക്ക് അതിനോടൊരു ഇഷ്ടക്കുറവ് തോന്നാം. എന്നിരുന്നാലും ഇവര് ടോട്ടലി ഈ പടം കണ്ടിരിക്കാവുന്ന ഒരു ചിത്രമാണ്. അപ്പൊ ആദ്യത്തെ ദിവസം അധികം ആളുകൾ ഇല്ലാത്തത് നോക്കണ്ട, വരും ദിവസങ്ങളിലൊക്കെ കണ്ടിരിക്കാം. പിന്നെ ഇതിലെ മദ്യപാന സീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ കഥാപാത്രത്തിനെ ആയിരിക്കുന്ന രീതിയിലുള്ള സീനുകളാണ് ഓക്കെ. പക്ഷെ ഇത് അത്തരം ഒരു മോഡ് മനസ്സിലാക്കാത്ത ആളുകൾക്ക് ചിലപ്പോൾ കുറച്ച് അരോചകമായിട്ട് തോന്നിയേക്കാം. കാരണം ഇതില് സദാസമയം അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇത് സിനിമയാണ്. നമ്മള്
ആ കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു കഥാപാത്രത്തിന് തീർച്ചയായിട്ടും അത്തരം സാധനങ്ങൾ ആവശ്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് കണ്ടുപരിചയമില്ലാത്ത, അത് അത്ര വലിയ താല്പര്യമില്ലാത്ത കക്ഷികൾക്കൊക്കെ ചിലപ്പോൾ അത് ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, അവിടെയൊക്കെ ചിലപ്പോൾ ലേഖ അടിച്ചേക്കാം. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിലധികം ക്യാരക്ടറുകളൊന്നുമില്ല. ഇതിൽ അങ്ങനെ കഥാഗതി ഭയങ്കരമായിട്ട് ഭീകരമായിട്ട് സഞ്ചരിക്കുന്നൊന്നുമില്ല. ഒരു കുഴപ്പത്തിലായി ഇരിക്കുന്ന ഒന്ന് രണ്ട് പേര് അവരുടെ കാര്യങ്ങൾ അവർ നടത്തുന്ന യാത്ര ഒരു 2.25 മണിക്കൂർ നമ്മൾ വലിയ ടെസ്റ്റ് വേണമെന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ നോർമലായിട്ട് കാണാവുന്ന ഒരു ഒരു എന്താ പറയാ, ഒരു 50% കൊടുക്കാവുന്ന ഒരു ചിത്രമാണ്. ഭയങ്കര ഔട്ട്സ്റ്റാൻഡിംഗ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, വളരെ മോശം എന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിന്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ആസിഫ് അലിയുടെ ആയിക്കോട്ടെ, സുരാജിന്റെ ആയിക്കോട്ടെ, ഇപ്പോൾ ആസിഫ് അലി എടുത്ത മേക്ക് ഓവർ, അതുപോലെ വളരെ സാധാരണക്കാരനായിട്ട് മാറാൻ കഴിയുന്ന സുരാജിന്റെ കഴിവ്, ദൈന്യത പ്രകടിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ്, ഇനിയിപ്പോ കോമഡി ആവശ്യം വന്ന സീനുകളിൽ കോമഡി കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാനായിട്ടുള്ള അദ്ദേഹത്തിന്റെ കഴിവ്, അപ്പൊ അതൊക്കെ വളരെ ശ്ലാഘനീയമാണ്, നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ്. അതിലൊക്കെ ഒരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. മേക്കിംഗ് നല്ലതാണ്. എങ്കിലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി മെച്ചപ്പെടുത്തായിരുന്നു എന്നാണ് എനിക്ക് സിനിമയെ കുറിച്ച് പൊതുവിൽ തോന്നുന്നത്. ഇപ്പൊ അതിന്റെ ദൈർഘ്യം ഉൾപ്പെടെ, അതിന്റെ കോണ്ടന്റ് ഉൾപ്പെടെ ഒന്നും കൂടി ഒന്ന് സെറ്റ് ആക്കിയിരുന്നെങ്കിൽ കൂടുതൽ മികച്ച ഒരു ചിത്രമായിട്ട് ഈ അഡിയോസ് അമിഗോസ് നമുക്ക് അനുഭവപ്പെട്ടേനെ എന്നുള്ള തോന്നലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ കാണണം. ഓരോ സിനിമകളും നമ്മൾ കാണുമ്പോഴാണ് സിനിമകളെ കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളതും ഇനി മറ്റുള്ളവരെങ്ങനെയാണ് അതിനെ കാണുന്നുള്ളതും നമ്മൾ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോഴാണ് മറ്റുള്ളവരുടെ പോയിന്റ് ഓഫ് വ്യൂ വരിക. അതുപോലെ എന്റെ അഭിപ്രായങ്ങൾ മുഴുവൻ ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഞാൻ എന്റെ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ സുഹൃത്തിനെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. എനിക്കും അത് ഒറ്റ കാഴ്ചയിൽ ഇഷ്ടക്കേടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ ഓരോ കേസ് ഇങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ഒരു പ്രേക്ഷകന് കിട്ടേണ്ട കാര്യങ്ങളിൽ പ്രേക്ഷകൻ പ്രതീക്ഷിക്കുന്നതോ അല്ലെങ്കിൽ ചിലപ്പോൾ മുൻവിധികൾ കൊണ്ടായിരിക്കാം, എന്നിരുന്നാലും ഇങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ച് ബെറ്റർ ആയെന്ന് നമുക്ക് തോന്നും. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അഡിയോസ് അമിഗോയിലൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കുറച്ചും കൂടിയും ബെറ്റർ ആക്കായിരുന്നു എന്ന് തോന്നി. എന്നിരുന്നാലും ഈ കോമഡിയൊക്കെ ചെയ്ത് ഫലിപ്പിക്കാനായിട്ടുണ്ട്. ഞാനിപ്പോൾ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോമഡിക്ക് വരുമ്പോൾ അത്യാവശ്യം ഫാമിലീസ് ഒക്കെ എൻ്റെ അടുത്തിരുന്നിരുന്ന ആളുകൾക്ക് വളരെ നന്നായിട്ട് ചിരിച്ചിട്ടുണ്ട്. അപ്പോൾ ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വലിയ ട്വിസ്റ്റും ടേണും ഭയങ്കര സംഭവം ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അവര് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സിനിമ കാണാനായിരിക്കും വരുന്നുണ്ടാവുക. അത്തരം ആളുകൾക്കൊക്കെ വളരെയധികം എൻജോയ് ചെയ്യാവുന്ന ഒരു സിനിമ തന്നെയാണ് അഡിയോസ് അമിഗോസ്. വരും ദിവസങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ഈ പടത്തിന് ആള് കയറും തന്നെയാണ് ഞാൻ വിചാരിക്കാറുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആസിഫ് അലി എന്ന് പറയുന്ന നടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കരിയറിൽ അദ്ദേഹം വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ ചെയ്യാൻ തയ്യാറാവുന്നു. അദ്ദേഹത്തിന്റെ അഭിനയ മികവ് അദ്ദേഹം കൂടുതൽ വളരെ കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും പ്രശംസനീയമാണ്. സുരാജിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അദ്ദേഹം ഗംഭീര നടനാണ്. പല തരത്തിലുള്ള ക്യാരക്ടറുകൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതിലൊക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ പല തൊണ്ടി മുതൽ അടക്കമുള്ള സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള സാധനങ്ങൾ, പല ഫ്ലേവറുകൾ ഇതിൽ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കാൻ അദ്ദേഹത്താൽ കഴിയാവുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനൊരു ട്രാവൽ മോഡ് ഉണ്ട്. കേരളത്തിലെ പല ജില്ലകളിലൂടെയും പല സ്ഥലങ്ങളിലൂടെയും ഒക്കെ കഥാപരമായിട്ട് കടന്നു പോകുന്നുണ്ട്. ആ സ്ഥലങ്ങളെ ഭയങ്കരമായിട്ട് അടയാളപ്പെടുത്തുന്നൊന്നും ഇല്ലെങ്കിൽ പോലും അങ്ങനത്തെ ഒരു റോഡ് ഫീൽ ഇത് തരുന്നുണ്ട്. ഇപ്പൊ കരയിലൂടെയും വെള്ളത്തിലൂടെയും ഒക്കെ ഈ സംഭവം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇതിൽ കുറച്ച് ഫീൽ ഗുഡ് എലമെന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അവസാനം ഒരു ഫീൽ ഗുഡിൽ കൊടുത്തിട്ട് ഇങ്ങനെ നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചിത്രം അങ്ങനെ തള്ളിക്കളയേണ്ട കാര്യങ്ങളൊന്നുമല്ല. അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ക്വാളിറ്റിയൊക്കെ ചിത്രത്തിനുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ കാണുക, അഭിപ്രായങ്ങൾ പറയുക, ഇത് എത്രയും പെട്ടെന്ന് റെസ്പോൺസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഇന്ന് ആദ്യത്തെ ഷോക്ക് തന്നെ പോയത്. തീർച്ചയായിട്ടും ടിക്കറ്റ് എടുത്ത് ഈ സിനിമയ്ക്ക് കയറുന്നവർക്ക് അത്ര വലിയ നഷ്ടമോ കാര്യങ്ങളോ ഇല്ല. അവർ കൊടുക്കുന്ന കാശിനുള്ള ഒരു സിനിമ ഉണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഇനി ഈ ടീമിൽ നിന്നും വലിയ വലിയ സിനിമകൾ, കൂടുതൽ മികച്ച സിനിമകൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവിധ ആശംസകളും അവർക്ക് നേരുന്നു. നിങ്ങളും ഈ സിനിമ കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു സോ മച്ച്.